ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. നമുക്കറിയാം സെറ്റ് എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നു. ഫെബ്രുവരി 2-നാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ്. അപ്പോൾ ആ ഒരു ഡേറ്റിൽ തന്നെ നമുക്ക് എക്സാം എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെറ്റ് മാത്സിൽ മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The differential equation with solution a e raised to minus x plus b e raised to 2x is option A d square y by dx square plus dy by dx plus 2y equal to 0, b d square y by dx square minus dy by dx plus 2y equal to 0, d square y by dx square plus dy by dx minus 2y equal to 0, d square y by dx square minus dy by dx minus 2y equal to 0. നമുക്കിവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. a e raised to x, a e raised to minus x plus b e raised to 2x is എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? a e raised to m1x plus b e raised to m2x എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ m1 എന്ന് പറയുന്നത് ഇവിടെ -1ഉം m2 എന്ന് പറയുന്നത് 2 ആണ്. അതിനർത്ഥം m plus 1ഉം m minus 2 ഈക്വൽ ടു 0. ഇനി നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ m സ്ക്വയർ minus 2m plus m minus 2 ഈക്വൽ ടു 0. അപ്പോൾ m സ്ക്വയർ minus 2m plus m-നെ നമുക്ക് മൈനസ് m എന്ന് എഴുതിക്കൂടെ? -2 ഈക്വൽ ടു 0. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന ഇക്വേഷൻ ഏതാണ്? അത് തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് dy ബൈ ഡി എക്സ് മൈനസ് 2y ഈക്വൽ ടു 0. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലെറ്റ് f of z is equal to cos z minus 1 divided by z square. Which of the following is true? Option A, z equal to 0 is an essential singularity. Option B, f of z, small letter ആണ്, f of z is analytic at z equal to 0. z equal to 0 is a pole of order 2. z equal to 0 is a removable singularity. ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of z ആണ്. അത് cos z minus 1 divided by z square ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലിമിറ്റ് z ടെൻഡിങ് ടു 0 f of z കാൽക്കുലേറ്റ് ചെയ്യുക. ആ ലിമിറ്റിൻ്റെ നേച്ചർ അനുസരിച്ചായിരിക്കണം നമ്മൾ ഇവിടുത്തെ ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടത്. അപ്പം ലിമിറ്റ് z ടെൻഡിങ് ടു 0 cos z minus 1 by z square. നമ്മൾ ചെയ്യുന്നത് 0 z-ൻ്റെ പ്ലേസിൽ കൊടുക്കുന്നു. cos 0 1 ആണ്, 1 minus 1 0 ആണ്, 0 divided by 0 0 by 0 ഫോം വരും. 0 by 0 ഫോം എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. സോ നമുക്ക് എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയായിട്ട് വരും? cos z minus 1ൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നു. മൈനസ് സൈൻ z -1ൻ്റെ 0 ആണ്, ഡിവൈഡഡ് ബൈ z സ്ക്വയറിൻ്റെ 2z. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് z ടെൻഡിങ് ടു 0, z-ന് 0 കൊടുക്കുന്നു. സൈൻ 0 0 ആണ്, 2z 2 × 0 0 ആണ്. എഗെയിൻ 0 by 0 ഫോം. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇനി മൈനസ് സൈൻ z-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് കോസ് z ആണ്, ഡിവൈഡഡ് ബൈ 2. ഇനി z-ന് 0 എന്നുള്ള വാല്യൂ കൊടുക്കുക. മൈനസ് കോസ് 0 എന്ന് പറയുമ്പോൾ -1 by 2 എന്ന് നമുക്ക് കിട്ടി. -1 by 2 ആണ് ഈ ഒരു ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. സോ അതെന്താണ്? അതൊരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. എപ്പോഴാണ് പോള് വരിക? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതൊരു ഇൻഫൈനൈറ്റ് വാല്യൂ ആവുകയും ചെയ്യുമ്പോഴാണ് പോള് വരിക. പക്ഷെ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്,
അത് ഈ ഫൈനൈറ്റ് വാല്യൂ ആണ്, അതുകൊണ്ടാണ് റിമൂവബിൾ സിംഗുലാരിറ്റി ആയത്. ഇനി എസെൻഷ്യൽ സിംഗുലാരിറ്റി എപ്പോഴാണ് വരിക? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുന്ന കേസിലാണ് വരുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് z equal to 0 is a removable singularity. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് A be a 2x2 matrix with trace of A as 5 and determinant A equal to 6. Which of the following can be the eigenvalues of A? 1 4 2 3 1 6 0 5. ആക്ച്വലി ട്രേസ് എന്ന് പറയുന്നത് എന്താ? ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ്. സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ് ട്രേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സം 5ഉം പ്രൊഡക്റ്റ് 6ഉം വരുന്ന പെയർ ഓഫ് നമ്പേഴ്സ് നോക്കുക. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ 1ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 ആണ്. പക്ഷേ അതിന്റെ പ്രൊഡക്റ്റ് എന്ത് വരില്ല? 6 വരില്ല. സോ ഓപ്ഷൻ എ അല്ല ആൻസർ. ദെൻ അടുത്തത് 2 3 ആണ്. 2 + 3 5 ആണ്. 2 × 3 6 ആണ്. സോ അത് കറക്റ്റ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് നമുക്ക് വെരിഫൈ ചെയ്യണം. 1 6 1 × 6 6 കിട്ടും. പക്ഷേ സം അവിടെ എന്ത് വരില്ല? 7 വരില്ല. 5 വരില്ല. 7 ആണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് 0 5 ആണ്. സം 5 കിട്ടും. പക്ഷെ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഏഗൻ വാല്യൂസ് ഓഫ് എയുടെ വേഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 2ഉം 3ഉം ആയിരിക്കും. നെക്സ്റ്റ് നോക്കാം. നമുക്കറിയാം സെറ്റിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HSST പോസ്റ്റിലേക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സെറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനായിട്ട് നമ്മൾ സെറ്റിൻ്റെ ഒരു 30 ഡേയ്സിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്കൊരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ റെക്കോർഡഡ് ക്ലാസ്സുകളിൽ ഓൾറെഡി പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻസും ആണ് ചെയ്യുന്നത്. ഒപ്പം ഡെയിലി വർക്കൗട്ടുകൾ ഉണ്ടായിരിക്കും. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ വീക്ക് കഴിയുമ്പോഴും അതിൻ്റെ റിവിഷൻ എക്സാമുകൾ പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ മെൻറ്റർ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. പിന്നെ എക്സാമിനോട് അടുപ്പിച്ച് വരുന്ന സമയത്ത് നമുക്ക് മോഡൽ എക്സാമുകൾ, ഇതെല്ലാം നമ്മൾ ഈ കോഴ്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മെൻറ്ററിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം നിങ്ങൾക്ക് PDF നോട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഡിസംബർ മാസമാണ്, ക്രിസ്മസിൻ്റെ സമയമാണ്. അപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് നമുക്ക് നമ്മുടെ കോഴ്സ് സെറ്റിൻ്റെ കോഴ്സുകൾ നിങ്ങൾക്ക് 30% ഓഫറോട് കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു ഓഫറാണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. Okay, next question. For which value of A the system x plus 2y equal to 1 and 2x plus ay is equal to 1 is inconsistent? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓഗ്മെന്റൽ മെട്രിക്സ് എഴുതുന്നു. 1 2 then 2a 1 1. ഇനി നമുക്ക് തന്നിട്ടുള്ള ഈ AB എന്ന മെട്രിക്സിന്റെ റാങ്ക് മെട്രിക്സ് ഓഫ് എയുടെ റാങ്കിന് ഈക്വൽ അല്ലെങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് എന്താ വേണ്ടത്? ഇതിന്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 2 റോസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്യുക. R2 ചേഞ്ചസ് ടു, കാരണം ഇവിടെ ഈ ഒരു എലമെന്റിനെയാണ് നമുക്ക് 0 ആക്കേണ്ടത്. 2നെ 0 ആക്കണം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R1. അപ്പോൾ മെട്രിക്സ് എങ്ങനെയായിട്ട് മാറും? ഇവിടെ 1 2 1, അതിലൊരു ചേഞ്ചും വരുന്നില്ല. സെക്കൻഡ് റോ എന്തായിട്ട് മാറും? 2 മൈനസ് 1 ഇൻറ്റു 2, 2 മൈനസ് 2 0 ആണ്. A മൈനസ് 2 ഇൻറ്റു 2, അപ്പോൾ A മൈനസ് 4 വരും. ദെൻ
1 മൈനസ് 2. 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് 1 വരും. അപ്പോൾ ഇവിടെ എ മൈനസ് 4 ഇവിടുത്തെ റാങ്ക് എത്രയാണ് വരിക? റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 2 ആണ്. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 2 ആണ്. റാങ്ക് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താ വരിക? റാങ്ക് ഓഫ് എ എന്ന് പറയുമ്പോൾ അത് റാങ്ക് ഓഫ് എ ബിക്ക് ഈക്വൽ ആവുമോ? ഇല്ല, ഈക്വൽ ആവില്ല. അപ്പോൾ ഇവിടെ എ മൈനസ് 4 0 ആവുമ്പോഴാണ് എ ബിയുടെ റാങ്കും എയുടെ റാങ്കും ഈക്വൽ അല്ലാതെ വരിക. അപ്പോൾ എ മൈനസ് 4 0 ആണെങ്കിൽ എന്താവില്ല? ഇതിൻ്റെ രണ്ടിൻ്റെയും റാങ്ക് സെയിം ആവില്ല, അല്ലെങ്കിൽ ഈക്വൽ ആവില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? ഇവിടെ എയുടെ വാല്യൂ എന്താന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? എ മൈനസ് 4ന് 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ എ ഈക്വൽ ടു എന്താ വരിക? 4 ആണ്. സോ എ ഈക്വൽ ടു 4. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ 2 ഇക്വേഷൻ ആണ്, അവിടെ 2 വേരിയബിളേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഇന്റഗ്രൽ കർവ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx minus y by x equal to 2x square passing through the point -1, 2. Options are y square is equal to x into x square minus 5, 4y equal to x into x square minus 9, 2y equal to x square into x plus 5, y equal to x into x square minus 3. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? ദ ഇന്റഗ്രൽ കർവ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ കർവിൻ്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. പാസിംഗ് ത്രൂ ദ പോയിന്റ് -1 and 2. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് dy by dx പ്ലസ് py ഈക്വൽ ടു q എന്നുള്ള ഫോമിലാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് വേണം? ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്? e raised to integral p dx ആണ്. That is e raised to integral -1 by x dx. ഇതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ e raised to minus log x എന്ന് വരും. ഈ e raised to minus log x നെ നമുക്ക് e raised to log x raised to -1 എന്ന് എഴുതാം. കാരണം ഇവിടെ -1 മൈനസ് n log x എന്നുള്ള ഫോമാണ് വന്നിട്ടുള്ളത്. n log x എന്ന് പറയുന്നത് x raised to n അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ x raised to -1 വന്നത്. അപ്പോൾ ഇനി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ലോഗറിതമിക് ഫംഗ്ഷൻ ഒരുമിച്ച് വന്നാൽ രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് x raised to -1 വരും. ദാറ്റ് ഇസ് 1 by x. ഇനി നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. y into integrating factor 1 by x is equal to integral q 2x square into 1 by x dx. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. y by x equal to 2x സ്ക്വയറിലെ ഒരു എക്സും ഇവിടുത്തെ ഒരു എക്സും കട്ടായി പോകും. ബാക്കി 2x dx ആണ്. 2xൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് 2x സ്ക്വയർ ബൈ 2 പ്ലസ് സി ആണ്. 2ഉം 2ഉം കട്ടായി പോയി. ബാക്കി എന്ത് വന്നു? y by x equal to x സ്ക്വയർ പ്ലസ് സി എന്ന് വന്നു. ഇനി ഇത് പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? -1, 2. അപ്പോൾ നമുക്ക് സി കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റിലെ എക്സ് വാല്യൂം വൈ വാല്യൂം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. y എന്ന് പറയുന്നത് 2 ആണ്, എക്സ് -1 ആണ്, ഈക്വൽ ടു -1 സ്ക്വയർ പ്ലസ് സി. അപ്പം -2 ഇവിടെ വരും, ഈക്വൽ ടു 1 പ്ലസ് സി. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? സി കാൽക്കുലേറ്റ് ചെയ്യും. സി ഈക്വൽ ടു -2 -1 ദാറ്റ് ഇസ് -3. സിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്താണ് വേണ്ടത്? ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. y by x is equal to x square -3. So y equal to x into x square -3. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കണു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് സെറ്റ് മാത്സിലെ PYQ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 2-ാം തീയതിയാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. വളരെ ചിട്ടയോടുകൂടി കൃത്യമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്